ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ വർഷാവസാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ പഠിക്കാം. PSCയിൽ പ്രധാനമായിട്ടും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കാണപ്പെടുന്ന ഒരു വിഷയമാണ് ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്നത്. എന്താണ് ദുരന്ത നിവാരണ അതോറിറ്റി? അപ്പം നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ വിശദമായി പഠിക്കാം. ഇതിൽ നിന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ സംബന്ധിച്ചൊരു ചോദ്യം നമുക്ക് ഉറപ്പായിട്ടും വരുന്ന പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്, ദുരന്ത നിവാരണ നിയമം. അത് പാസ്സായത് 2005-ലാണ്. അപ്പൊ ആ ആക്ട് പാസ്സായത് ഏത് വർഷമാണ്? 2005-ലാണ്. ഓർത്തു വെക്കുക, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പാസ്ഡ് ഇൻ 2005. അപ്പൊ അക്കോർഡിംഗ് ടു ദിസ്, ഇതിന് പ്രകാരം നാഷണൽ ലെവലില് NDMA, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി. ഇനി സംസ്ഥാന തലത്തിലാണെങ്കിലോ SDMA, സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ലെവൽ മാനേജ്മെന്റ് അതോറിറ്റി, അത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇനി നമ്മുടെ ജില്ലാ തലത്തില് ഡിസ്ട്രിക്ട് ലെവലില് DDMA, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. അങ്ങനെ 3 സെക്ഷൻ ഞാൻ പറഞ്ഞു: NDMA, SDMA, DDMA. അതെല്ലാം ഈ ആക്ട് പ്രകാരം 2005 ആക്ട് പ്രകാരം പാസ്സായതാണ്. ഈ നിയമപ്രകാരം പാസ്സായ 3 അതോറിറ്റികളാണ് പറഞ്ഞത്. നാഷണൽ ലെവലിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട്, സ്റ്റേറ്റ് ലെവലിൽ പ്രവർത്തിക്കുന്നുണ്ട്, ഡിസ്ട്രിക്ട് ലെവലിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴ് ഇനി NDMA നോക്കുകയാണെങ്കിൽ നാഷണൽ ലെവലിൽ, ദേശീയ തലത്തില് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ഇത് കൂടുന്നത്. ഇനി സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടുന്നത് എന്താണ്? SDMA. അതായത് നമ്മുടെ സംസ്ഥാനത്ത്, സ്റ്റേറ്റിൽ ആരാണ് അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്? മുഖ്യമന്ത്രിയായിരിക്കും. ഇനി DDMA ഡിസ്ട്രിക്ട് ലെവലിൽ ആരായിരിക്കും? അതത് ജില്ലകളിലെ ജില്ലാ കളക്ടർ ആയിരിക്കും അതിന്റെ മേധാവിത്വം വഹിക്കുന്നത്. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു: NDMA അല്ല, NDMA, DDMA, SDMA. DDMA ഡിസ്ട്രിക്ട് ലെവല്, SDMA സ്റ്റേറ്റ് ലെവല്, NDMA നാഷണൽ ലെവല്. നാഷണൽ ലെവലിൽ പ്രധാനമന്ത്രി, അതുപോലെ തന്നെ സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി, ജില്ലാ തലത്തില് കളക്ടർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. മെയിൻ ആയിട്ട് എന്താണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പാസ്ഡ് ഇൻ 2005 എന്ന് ഓർത്തു ഇരിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. അപ്പം കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരായിരിക്കും? നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും. ഇനി വൈസ് ചെയർമാൻ ആരായിരിക്കും? റവന്യൂ മിനിസ്റ്റർ ആയിരിക്കും. ആരാണ്? റവന്യൂ മിനിസ്റ്റർ, റവന്യൂ മന്ത്രി ആയിരിക്കും. ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി ആരാണ്? ശ്രീ K. രാജനാണ് ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി. അപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരെന്ന് ചോദിച്ചിട്ട് ചിലപ്പം റവന്യൂ മിനിസ്റ്റർ നല്ലായിരിക്കും കാണുന്നത്. ആ പദവിയിൽ ഇരിക്കുന്ന ആളുടെ പേരായിരിക്കും കാണുന്നത്. അപ്പം നമ്മൾ ആ പദവിയിൽ ഇരിക്കുന്ന ആളുടെ പേരും പഠിച്ചിരിക്കണം. റവന്യൂ മിനിസ്റ്ററിന്റെ പേര് ശ്രീ K. രാജൻ എന്നാണ്. ഇനി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മറ്റംഗങ്ങൾ. ഇത് കൂടാതെ ഈ ചെയർമാനും വൈസ് ചെയർമാനും കൂടാതെ കുറച്ച് അംഗങ്ങൾ കൂടി ഈ അതോറിറ്റിയിൽ ഉണ്ട്. അപ്പൊ അവര് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും: സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങളല്ലാത്തവരാര്, അല്ലെങ്കിൽ അംഗങ്ങളിൽ ഉൾപ്പെടുന്നവരായത്, എന്നിട്ട് ABCD അതിന്റെ ഓപ്ഷൻസ് തരും. അപ്പൊ നമ്മൾ അത് ആരൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് കൃഷി മന്ത്രി, അത് മെമ്പറാണ്. കൃഷി മന്ത്രി അതിനകത്തെ മെമ്പറാണ്. രണ്ടാമത് ചീഫ് സെക്രട്ടറി CEO ആണ്. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മെമ്പറാണ്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കൺവീനറാണ്. കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ തലവൻ മെമ്പർ സെക്രട്ടറിയാണ്. ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. മെമ്പർമാരുണ്ട്, CEO ഉണ്ട്, കൺവീനർ ഉണ്ട്, മെമ്പർ സെക്രട്ടറി ഉണ്ട്. അപ്പൊ അവരുടെ വകുപ്പുകളും പഠിച്ചു വെക്കുക. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ 5 ആൾക്കാരും എക്സ് ഒഫിഷ്യോ ആൾക്കാരാണ്. എക്സ് ഒഫിഷ്യോ എന്താണ്? ഈ എക്സ് ഒഫിഷ്യോ നമുക്ക് നോക്കാം. പദവി മൂലം ലഭിക്കുന്ന അംഗത്വമാണ്. അതായത്
ഇവർക്ക് വേറൊരു പദവി ഉള്ളത് കൊണ്ടാണ് ഈ പദവി കിട്ടിയത്. പദവിയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു സമിതിയിൽ അംഗമാകുന്നതാണ് എക്സ് ഒഫിഷ്യോ. ഉദാഹരണം നോക്കാം. മുഖ്യമന്ത്രി സംസ്ഥാന മന്ത്രിസഭയിലെ എക്സ് ഒഫിഷ്യോ അധ്യക്ഷനാണ്. പദവി മൂലം ലഭിക്കുന്ന മറ്റൊരു സ്ഥാനം. മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് സംസ്ഥാന മന്ത്രിസഭയിൽ അത് എക്സ് ഒഫിഷ്യോ അധ്യക്ഷനായിട്ട് നിയമനം കിട്ടിയത്. അപ്പം അതാണ്, മനസ്സിലായല്ലോ. പദവി മൂലം ഒരു പദവിയിലിരിക്കെ മറ്റൊരു സമിതിയിൽ അംഗത്വം ലഭിക്കുന്നതാണ് എക്സ് ഒഫിഷ്യോ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 5 ആൾക്കാരും എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ് ആണ്. അവരുടെ വകുപ്പുകളും പഠിക്കുക. പിന്നെ സിഇഒ ആണോ, മെമ്പർ ആണോ, കൺവീനർ ആണോ എന്നും കൂടെ ഒന്ന് നോക്കി വെക്കുക. ഇനി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം ഏതാണ്? കേരളത്തിന്റെ തിരുവനന്തപുരം തന്നെയാണ് അതിന്റെ ആസ്ഥാനം. അതുപോലെ ഇതിന് ഒരു മോട്ടോ ഉണ്ട്. ഈ കേരള ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് ഒരു മോട്ടോ ഉണ്ട്. മോട്ടോ എന്ന് പറഞ്ഞാൽ ആപ്തവാക്യം. എന്താണ്? സുരക്ഷായനം എന്നാണ്. എന്ത്? സുരക്ഷായനം. ടുവാർഡ്സ് എ സേഫർ സ്റ്റേറ്റ്. ടുവാർഡ്സ് എ സേഫർ സ്റ്റേറ്റ്. ഇനി കേരളത്തിൽ കൊല്ലവർഷം 1099 വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത്. ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. എന്താണ് ഈ 1099? കൊല്ലവർഷം 1099 ഉണ്ടായ ആ വെള്ളപ്പൊക്കത്തെ 99 വെള്ളപ്പൊക്കം എന്നാണ് അറിയപ്പെടുന്നത്. എന്തെന്നാണ് അറിയപ്പെടുന്നത്? 99 വെള്ളപ്പൊക്കം. ഇനി കേരളത്തിൽ മഹാപ്രളയം ഉണ്ടായത് നമ്മൾക്ക് ആർക്കും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഏതാണ് അത്? 2018 ഓഗസ്റ്റിലാണ് ആ സംഭവം, ആ മഹാപ്രളയം ഉണ്ടായത്. ഇനി ഇതിന്റെ ലാസ്റ്റ് ആയിട്ട് കുറെ പോയിന്റ്സ് പറയാൻ ഉള്ളത്, ഈ KSDMA കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ലക്ഷ്യങ്ങളെ പറ്റിയാണ്. 3 ലക്ഷ്യങ്ങളെ ആണ് പറയുന്നത്. ഇത് മനസ്സിലാക്കി വെക്കുക. ഇപ്പം ലക്ഷ്യങ്ങളിൽ പെടാത്തതും ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടത് എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിക്കുക. ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. ദുരന്ത നിവാരണ പദ്ധതികൾ, നമുക്ക് ഒരുപാട് പദ്ധതികൾ ആസൂത്രണം മാത്രം ചെയ്താൽ പോരെ, നടപ്പിലാക്കുകയും വേണം. എന്തെങ്കിലും പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് ഇതിന്റെ ഒരു ലക്ഷ്യമാണ്. അടുത്തത് സംസ്ഥാനത്തിനൊരു ദുരന്ത നിവാരണ നയം രൂപീകരിക്കുക. മൂന്നാമത്തേത് പ്രകൃതി ദുരന്തങ്ങൾ വരാൻ സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുക. പ്രകൃതി ദുരന്തങ്ങൾ വരാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുകയും അവർക്ക് വേറെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടതൊക്കെ എന്താണ്? ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഒരു എന്താണ് ഉദ്ദേശമാണ്, അവരുടെ ഒരു പദ്ധതിയാണ്. സർക്കാരുമായി ചേർന്ന് ആലോചിച്ച് അത് ചെയ്യേണ്ടത് അവരുടെ ഒരു പദ്ധതി അത് ചെയ്യാൻ അങ്ങനെയുള്ളതാണ്. പ്രകൃതി ദുരന്തങ്ങൾ വരാൻ സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുക എന്ന് അതുകൊണ്ട് അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്. അപ്പോഴ് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ദുരന്ത നിവാരണ അതോറിറ്റിയെ പറ്റി പറയാനായിട്ടുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും നമ്മളിത് കാണുന്നതാണ്, ഡിഗ്രി ലെവലിലും ഒക്കെ കാണുന്നതാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്, അതോറിറ്റിയും ആക്റ്റും. ഈ ആക്ട് പാസ്ഡ് ഇൻ 2005 എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ഏത് വർഷമെന്ന് ചോദിക്കും. പിന്നെ ഇതിനകത്ത് പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ചെയർമാനും വൈസ് ചെയർമാനും. ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും, വൈസ് ചെയർമാൻ എപ്പോഴും എന്താണ്? റവന്യൂ മിനിസ്റ്റർ ആയിരിക്കും, പ്രസന്റ് റവന്യൂ മിനിസ്റ്റർ. അതുപോലെ പ്രസന്റ് ആയിട്ടുള്ള എല്ലാ മന്ത്രിമാരുടെയും പേര് നമ്മൾ പഠിക്കണം. അത് അവരുടെ മേഖലയും പഠിക്കണം. ഏതെങ്കിലും ഒരു മാർക്ക് നമുക്ക് എന്തായാലും ഉറപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള ചോദ്യം വരാറുണ്ട്. ഒരുപാട് ചോദ്യ പേപ്പറുകളിൽ നമ്മളത് കണ്ടിട്ടുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ PSC ചെയർമാൻ, UPSC ചെയർമാൻ, അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നോക്കണം. അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. വർഷാവസാനമാണ്, നാളെ പുതുവത്സരമാണ്. അതുകൊണ്ട് എല്ലാവർക്കും പുതുവത്സരത്തിന്റെ ആശംസകൾ നേരുന്നു. ഒപ്പം ഒരു ജോലിയും ഈ 2026 തന്നെ നമുക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും നമുക്ക് അതിനുവേണ്ടി പ്രയത്നിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ബെവിക്കോ LDCയും VFAയും കമ്പനി ബോർഡ് LGS മുതലായ പരീക്ഷകളാണ് നമുക്കിപ്പം നിലവിൽ അതിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ വന്നിരിക്കുന്നത്. ഈ 3 എണ്ണത്തിനൂടെ ഒറ്റ ഇതിൽ പഠിച്ചു കഴിഞ്ഞാൽ 3 എണ്ണത്തിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല.
ഞാൻ ഓരോ ദിവസവും എടുക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഓരോ ചോദ്യം എടുക്കുക, ആ ചോദ്യം എവിടെ നിന്ന് വന്നു എന്ന് നോക്കിയിട്ട് അതിനെപ്പറ്റി കുറെ കാര്യങ്ങളാണ് പറയുന്നത്. സിലബസ് മുഴുവൻ കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതെങ്കിലും നോക്കണം, നോക്കിയിട്ട് പോകുക. നമുക്ക് എല്ലാവർക്കും പരീക്ഷ നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കട്ടെ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, ഷെയർ.